ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ AITP ബസ്സുകളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഈ രണ്ട് വണ്ടികളെക്കുറിച്ചും ചെറിയൊരു വാക്ക് അറൗണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഈ രണ്ട് വണ്ടികളും ബെല്ലി ഡെക്ക് മോഡൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ബെല്ലി ഡെക്ക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നു. ആ സൈഡ് ബീഡിങ്ങും വീലാർച്ചും തമ്മിലുള്ള ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ ഡ്രൈവർ ഡോറും പാസഞ്ചറിൻ്റെ വിൻഡോയും തമ്മിലുള്ള ഒരു ഡിഫറൻസും നോക്കിക്കഴിയുമ്പോൾ അത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും പുതിയ BS6 ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അഡീഷണൽ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് സൈഡിൽ. ഇപ്പം ഈ ക്വാർട്ടർ ഗ്ലാസ് രണ്ട് രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം കൊമ്പൻ്റെ നമ്മുടെ പുതിയ ബോംബെ നോക്കുന്ന സമയത്ത് അവിടെ ഈ ക്വാർട്ടർ ഗ്ലാസ് ഇല്ല. നജത്തിൻ്റെ ബസ്സിന് ഈ ക്വാർട്ടർ ഗ്ലാസ് ഇല്ല. ഈ ക്വാർട്ടർ ഗ്ലാസ് ഡൊറാഡോയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ മോഡലിൽ ഗ്ലാസ് ഉള്ള വണ്ടികളുണ്ട്, ഇല്ലാത്ത വണ്ടികളുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ ഈ പറയുന്ന ഖലീഫയ്ക്കാണെങ്കിലും വണ്ണസിനാണെങ്കിലും ഇവിടെ ഈ ഗ്ലാസ് ഉണ്ട്. എന്നാൽ അപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന ക്വാർട്ടർ ഗ്ലാസ് അവിടെ കാണാവുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വണ്ടികളെല്ലാം ലെയ്ലാൻഡുമാണ്. ഇതും അതുപോലെ തന്നെ ലെയ്ലാൻഡിൻ്റെ 12 മീറ്റർ ചേസസിൻ്റെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് വണ്ടികളുടെയും ക്യാബിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷാണ്, കണ്ടാലറിയാം. പിന്നെ റെക്സിൻ ഉപയോഗിച്ചിരിക്കുന്ന റെക്സിൻ്റെ ഡിസൈനും ഇതൊരു ബ്ലാക്ക് തീമിലുള്ള റെക്സിനാണ്. നിങ്ങൾക്ക് ആ ഗിയർ ബോക്സിൻ്റെ അവിടുത്തെ ആ ഒരു കുഷ്യൻ നോക്കിക്കഴിയുമ്പോൾ കളർ ഡിഫറൻസ് മനസ്സിലാവും. ഈ വണ്ടിയുടെ ഒരു റെഡ് ഓറഞ്ച് കളറാണ്. രണ്ട് റെക്സിനും പുതിയ മോഡൽ വണ്ടികൾക്കായിട്ട് പ്രകാശിൽ നിന്ന് യൂസ് ചെയ്യുന്ന മോഡൽ റെക്സിൻസാണ്. പിന്നെ DRL അതുപോലെ തന്നെ അത്യാവശ്യം പാർക്ക് ലൈറ്റ്, ഇപ്പോൾ ഈ സൈഡ് ബോഡി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഈ കാണുന്ന ബൾബുകളൊക്കെ പാർക്ക് ബൾബുകളൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് ലൈറ്റ്, അതായത് പ്രകാശിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടീഷനുകളുള്ള ലൈറ്റുകളെല്ലാം വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്കറിയാം പുതിയ മോഡൽ ബസ്സുകൾക്ക് ടോപ്പിലെ ആ ഒരു നമ്മുടെ പഴയ നെറ്റിയിലൊരു ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു പോർഷൻ്റെ ലൈറ്റ് ഉണ്ട്. അതിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇതിനും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ കറണ്ട് ഇതുള്ളത്. പിന്നെ ലെയ്ലാൻഡിൻ്റെ 12 മീറ്റർ ചേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നട്ട് വരുന്നത് 10 എണ്ണമായിരിക്കും ടയറിൽ. നേരത്തെ നമ്മൾ 8 എണ്ണമായിരുന്നു മിക്ക ടൂറിസ്റ്റ് ബസ്സിൽ കണ്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം 10 നട്ട് വരുന്ന മോഡലാണ്. പിന്നെ ഡിക്കി രണ്ട് സൈഡിലും 5 എണ്ണം വീതമുണ്ട്. അതായത് അഡീഷണൽ ബാക്കിലോട്ട് വരുമ്പം ഒരു എക്സ്ട്രാ ഡിക്കി വരുന്നുണ്ട്. അത് ഈ രണ്ട് വണ്ടികൾക്കും അങ്ങനെ. ഈ ബസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡിക്കി എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓപ്പൺ ആവുന്ന രീതിയിൽ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇവിടെയും ഒരു ഡിക്കി വരുന്നുണ്ട്. ഈ ഡിക്കി ബാക്കിലത്തെ ഡിക്കിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇത് തുറന്നു കഴിയുമ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അശോക് ലെയ്ലാൻഡ് മോഡലിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ സ്പീഡോമീറ്ററുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും പുതിയ മോഡലുകൾക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ഡാഷ്ബോർഡ്, അതായത് നമ്മുടെ വോൾവോ ടൈപ്പ് ഡാഷ്ബോർഡ് BS6 വണ്ടികൾക്ക് നോർമലി പ്രകാശം കൊടുക്കുന്നൊരു ഡാഷ്ബോർഡും ഡിസൈനുകളുമാണ്. പിന്നെ ബാക്കി അകത്തെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം ഡാഷ്ബോർഡിലായിട്ട് ആക്കിയിട്ടുണ്ട്. പകരം മുകളിൽ മറ്റൊരു ഡിസൈനാണുള്ളത്. ആ ഡിസൈനിലെല്ലാം ലൈറ്റ് വർക്ക് വരാനുള്ളതാണ്. രണ്ട് വണ്ടിക്കും പക്ക സെഡസ്ത്ര ബാക്ക് കൗളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്ക്വയർ ലൈറ്റ് ഹെഡ് ലാമ്പ് വരുമ്പോൾ അപ്പം പുതിയ മോഡൽ ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈയ്യൊക്കെ ഒന്ന് റെഡിയായിട്ട് വേണം ശരിയാക്കാൻ. അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഫിനിഷിങ്, അതായത് നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ പുതിയ മോഡലുകൾക്ക് ക്വാർട്ടർ ഗ്ലാസ് വരുന്നില്ല. അതും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് ഗ്ലാസ്സുകളൊക്കെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബസ്സിൻ്റെ വീലാർച്ച് ആണെങ്കിലും ഏറ്റവും പുതിയ മോഡൽ വീലാർച്ച്, പ്രകാശിൽ ചെയ്യുന്ന വീലാർച്ചും അതുപോലെ തന്നെ ഡോറുകളാണെങ്കിൽ പോലും റൊട്ടേറ്റിംഗ് ടൈപ്പ് ഡോറുകളാണ് രണ്ട് വണ്ടിക്കും ചെയ്തിട്ടുള്ളത്. പിന്നെ ബസ്സിൻ്റെ ഒരു ഇൻറ്റീരിയർ വ്യൂ ഒക്കെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ കാണിക്കാം. ഇപ്പോൾ 2+2 കോൺഫിഗറേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതിനനുസരിച്ചാണ് വണ്ടിയുടെ ഇൻറ്റീരിയറുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ ചെറിയൊരു പഞ്ച് ബോക്സിൻ്റെ വർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൗണ്ടും കാര്യങ്ങളും ഒന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല. അതിൻ്റെയാണ് ഈ ബസ്സിൻ്റെ അടിയിലോട്ട് നോക്കിയാൽ വയറുകൾ കിടക്കുന്നത് കാണാം. ഈ വണ്ടിയും അതുപോലെ തന്നെ സെഡസ്ത്ര ബാക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് വണ്ടിയുടെയും ഇൻറ്റീരിയറിലും അത്യാവശ്യം ഹാങ്ങിങ് ലൈറ്റും കർട്ടൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എമർജൻസി എക്സിറ്റുകളും എല്ലാം ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ. 2+2 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ സീറ്റുകളിലൊന്നും ഇതുവരെ ഞാൻ സീറ്റ് കവർ ഇട്ടിട്ടില്ല. ജസ്റ്റ് വണ്ടിയുടെ ഒരു ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാമെന്നോർത്താണ് വെച്ചിരിക്കുന്നത്. എന്നാൽ രണ്ട് വണ്ടിക്ക് മാച്ചിങ് ആയിട്ടുള്ള കർട്ടൻസും കാര്യങ്ങളും എല്ലാം ഇൻറ്റീരിയറിൽ ഇട്ടിട്ടുണ്ട്. ക്യാബിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ മോഡൽ ARGB പിക്സൽ ചെയ്യാവുന്ന രീതിക്കാണ് ക്യാബിൻ ഇതുവരെ രണ്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലാണ് ക്യാബിൻ ഇതുവരെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മളുടെ ഇതുവരെയുള്ള സെഡസ്ത്ര BS6 ബെല്ലി ഡെക്ക് AITP ബസ്സുകളുടെ വിശേഷം. വരും ദിവസങ്ങളിൽ ബാക്കി വീഡിയോസിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാം. അതുവരെ ബൈ.